നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അജിത് ഡോവൽ ഒരു പ്രസംഗം നടത്തി. വികസിത് ഭാരത് യങ് ലീഡേഴ്സിന് വേണ്ടിയിട്ട്, യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രസംഗം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഭാരതത്തിലേക്ക് വന്ന ആക്രമണകാരികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകണം, റിവഞ്ച് എടുക്കണം. അത് പാകിസ്ഥാനായാലും ആരായാലും എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. യുവാക്കളുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറയുന്നത്. കാരണം യുവാക്കൾ ഈ നാടിൻ്റെ ചരിത്രം അറിയണം, ഈ നാട് ആക്രമിക്കപ്പെട്ടതിൻ്റെ ചരിത്രം അറിയണം. അതുകൊണ്ട് തന്നെ അവരോട് തന്നെ അദ്ദേഹം ഇത് പറയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ചെന്ന് തറച്ചത് പാകിസ്ഥാൻ്റെ നെഞ്ചത്തും പിന്നെ ഇവിടെയുള്ള ഒരു തീവ്ര രാഷ്ട്രീയ കക്ഷിയുടെ നെഞ്ചത്തും. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് പറഞ്ഞത്, ഈ രാജ്യത്തു നിന്ന് പോലീസ് മാറി നിന്നാൽ 2-3 മണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നു തള്ളാമെന്ന്. ഇവിടുത്തെ ഹിന്ദുവിനെ മുഴുവൻ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ ഈ രാജ്യത്ത് നിന്ന് പോലീസും പട്ടാളവും ഒക്കെ മാറി നിന്നാൽ മതി. അവരുടെ തണലിലായത് കൊണ്ടാണ് ഹിന്ദുക്കൾ ഇവിടെ അതിജീവിച്ചു പോകുന്നതെന്ന്. ഇനി കഴിഞ്ഞില്ല. പാകിസ്ഥാനിൽ നിന്ന് വന്ന് പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. ആ ഗ്ലോബൽ ഇൻഫ്ലുവൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഭീകരവാദത്തിനെതിരെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു ഹെയ്റ്റ് മോങ്കറിംഗ് ആണ് നടത്തുന്നത് എന്ന തരത്തിൽ ഒരു വെറുപ്പുളവാക്കുന്ന പ്രസംഗം നടത്തുകയാണ്. ആൾക്കാരെ വെറുപ്പുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന പ്രസംഗമാണ് നടത്തുന്നതെന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഈ പാകിസ്ഥാനിനകത്ത് നടക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞിട്ട് പോരെ ഇന്ത്യയുടെ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അജിത് ഡോവൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? രാജ്യത്തിനെതിരെ നടത്തിയ ഭീകരമായ ആക്രമണങ്ങൾക്ക് റിവെഞ്ച് എടുക്കണം, അത് കടമയാണ്, ഈ രാഷ്ട്രത്തിൻ്റെ കടമയാണ്. ഇങ്ങോട്ട് വന്ന അടി കൊണ്ടുകൊണ്ട് പോകാനല്ല, ഇങ്ങോട്ട് അടി കൊണ്ടാൽ അങ്ങോട്ട് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ആ രീതിയിൽ തന്നെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. പാകിസ്ഥാൻ അതിൽ വിഷമമുണ്ടെങ്കിൽ അതിൽ ഭാരതത്തിന് സന്തോഷമുണ്ട് എന്നേ പറയാനുള്ളൂ. ഇനി രാജ്യത്തിനകത്തുള്ള ഭീകരമായ ചിന്താഗതികൾ വച്ചു പുലർത്തുന്ന രാഷ്ട്രീയ കക്ഷികളായാലും ഭാരതത്തിന് ഒരൊറ്റ അഭിപ്രായമേ അവരുടെ കാര്യത്തിലുള്ളൂ: രാജ്യത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ രാജ്യം പ്രതിരോധിക്കും, തിരിച്ചടിക്കും. ഇത് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഭാരതത്തിന് നേരെ ഇത്തരം അഭിപ്രായങ്ങളും ഇത്തരം വലിയ യുദ്ധങ്ങളും ഒക്കെ നടത്തിയിട്ട് അവരങ്ങനെ സുഖകരമായിട്ട് മുന്നോട്ട് പോകും. ഇത് ഹെയ്റ്റ് മോങ്കറിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഹെയ്റ്റ് മോങ്കറിങ് തന്നെയാണ്, അതിനെന്താ സംശയം? ഇനി അവർ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഭാരതത്തിൻ്റെ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഒക്കെ കൂടി വന്നിരിക്കുന്ന സമയമാണ്, ആ സമയത്ത് ഒരു ഹെയ്റ്റ് സ്പീച്ചൊന്നും ഈ രീതിയിൽ നടത്തരുത് എന്ന് പാകിസ്ഥാൻ പറയുകയാണ്. ഒന്ന് ആലോചിക്കണം പാകിസ്ഥാൻ, നിങ്ങളുടെ കാര്യം ഒന്ന് മാറ്റിപ്പിടിച്ചതിന് ശേഷം പോരെ ഭാരതത്തിൻ്റെ അടുത്തേക്ക്? അവിടെ ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നുണ്ട്, ഹിന്ദു പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഒരു ഹിന്ദു നവവധുവിനെ അവളുടെ കല്യാണ മണ്ഡപത്തിൽ നിന്ന്, ഖദർ മണ്ഡപത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ പോയത്. വളരെ ഭീകരമായ ആക്രമണമാണ് അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ പാകിസ്ഥാൻ അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിലൊന്നും പാകിസ്ഥാൻ ഒന്നും പറയാനില്ല, ഒന്നും ചിന്തിക്കാനുമില്ല. ഇനി ഇവിടുത്തെ ചില കക്ഷികൾക്കും ഇത്തരം കാര്യങ്ങളിലൊന്നും മിണ്ടാട്ടമില്ല. അയൽവക്കത്ത് ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അതിനെതിരെ ഒന്നും പറയില്ല. പക്ഷേ അങ്ങ് ഗാസയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇങ്ങനെ പോകുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. ഇന്ത്യക്ക് അടി കൊണ്ടാൽ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. നമ്മളോട് ചെയ്തിക്കെല്ലാം തിരിച്ച് എണ്ണി പകരം ചോദിക്കുക തന്നെ ചെയ്യും. അത് ഇന്ത്യയുടെ രക്തത്തിലുള്ളതാണ്. ഇന്ത്യ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുത്തെ യുവാക്കൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവതയുള്ള രാജ്യമാണിത്. ഇത് ഒരിക്കലും ഈ യുവരാഷ്ട്രത്തിന്, യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രത്തിന് ക്ഷമിക്കാനും കഴിയില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.